Hi all, this is Ashhar. Welcome back to another video. ഇന്ന് നമ്മളിപ്പോ വളരെ സർപ്രൈസിങ് ആയിട്ടാണുള്ളത്. മോർണിംഗിൽ തന്നെ ഒരു ഇപ്പോൾ ടൈം ഏകദേശം നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, 9:34 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ അറൗണ്ട് 24,000 റുപ്പീസ് ഏൺ ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റിലാണുള്ളത്, ബട്ട് ഇത് വേരി ചെയ്യും. ഓക്കെ, എന്തായാലും നമുക്ക് ഇത് നോക്കാം. ഇപ്പൊ നമ്മൾ ലൈവ് ട്രേഡിംഗിലാണുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ തന്നെ നമ്മുടെ ആ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണോട് ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഓക്കെ, നമ്മുടെ വളരെയധികം പ്രോഫിറ്റില് മോർണിംഗിൽ തന്നെ എത്തിയിട്ടുണ്ട്. അതായത് വളരെ ഒരു നല്ല എൻട്രി ആയിരുന്നു നമുക്ക് ലഭിച്ചത്. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, നമ്മുടെ എൻട്രി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ചാർട്ടിലേക്ക് പോകാം. ചാർട്ടില് ഇതിപ്പോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏറ്റവും വൺ ഓഫ് ദ ഇന്ത്യയിലെ ടോപ്പ് ബ്രോക്കർ ആയിട്ടുള്ള ബ്രോക്കിംഗ് ഫേമിന്റെ പ്ലാറ്റ്ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പ്ലാറ്റ്ഫോമിന്റെ ഡീറ്റെയിൽസ് അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് വിൽ ബി നമുക്ക് നോക്കാം, മെഷർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടാർഗറ്റ് വിൽ ബി 107.550. ഐ എം സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദ ടാർഗറ്റ്. ഓക്കെ, ഇവിടെയാണ് ഏകദേശം അതിന്റെ ടാർഗറ്റ് മെഷർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ വരെ വരും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് പോപ്പ് ഔട്ട് ചെയ്യാം. ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പ്ലാറ്റ്ഫോമിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. ഇതിനകത്ത് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് ടെക്നിക്കൽ ടൂൾസ് ഉണ്ട്. സ്റ്റഡീസിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം 100ഓളം ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് തന്നെ ഉണ്ട്. ഓക്കെ, അതിന് മുമ്പ് നമ്മൾ നമ്മുടെ പ്രോഫിറ്റ് ഒന്ന് ചെക്ക് ചെയ്യണ്ടേ. ഓക്കെ, പ്രോഫിറ്റ് 30,000 റുപ്പീസ് ഇൻ ഹാഫ് ആൻ അവർ. ഇത് ഇറ്റ്സ് അമേസിങ്. അപ്പോൾ ഒരു ദിവസത്തെ നമ്മുടെ പ്രോഫിറ്റ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ എൻട്രി എന്റെ ആവറേജ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 113.23 ആണ്. അപ്പോൾ 113.23 എന്നുള്ളത് അതായത് 107 വരെ പോകും. ഏകദേശം 6 രൂപയാണ് എന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 6 രൂപയിലേക്ക് പോകുമ്പോൾ ഏകദേശം 60,000 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോ ഇവിടെ ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട്. എന്റെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഞാൻ ട്രിഗർ ചെയ്യാണ്. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ പ്രോഫിറ്റ് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ ഓർഡർ ഒന്ന് മോഡിഫൈ ചെയ്യാണ്. എന്റെ സ്റ്റോപ്പ് ലോസ് ആദ്യത്തേത് 115.5 ആയിരുന്നു. അപ്പൊ അതിനെ ഞാനൊന്ന് മോഡിഫൈ ചെയ്തിട്ട് ഞാൻ കൊടുത്ത പ്രൈസിലേക്ക് 114ന്റെ അടുത്തേക്ക് ഞാൻ കൊടുക്കുന്നു, അല്ലെ 113.5ലേക്ക് ഞാനൊന്ന് ട്രിഗർ ചെയ്യാണ്. അപ്പോൾ എനിക്ക് വലിയ നഷ്ടം അതിനകത്ത് ഉണ്ടാവില്ല. ഇനിയിപ്പോ ഇത് തിരിച്ച് കയറുവാണെങ്കിൽ തന്നെ എനിക്ക് പെട്ടെന്ന് കയറുവാണെങ്കിൽ തന്നെ എനിക്ക് വലിയ നഷ്ടം ഉണ്ടാവില്ല. ഇപ്പോ എനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഇവിടെ എനിക്ക് എന്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് റീ എൻട്രി ചെയ്യാം. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. ഓവർ ട്രേഡ് ആവാം, പക്ഷെ അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് കയറി കഴിഞ്ഞാൽ ഇത് കയറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ് ടു 11 അതായത് ഷാർപ്പായിട്ട് റിക്കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു എക്സിറ്റ് ആവാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ ആ ഒരു ഫോളിന്, ആ ഫ്രീ ഫോളിന് നമ്മൾ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു പീക്ക് ഞാൻ പറഞ്ഞല്ലോ 107.5, നമ്മൾ അവിടെ ബുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതിനുശേഷം റീ എൻട്രി എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പൊ നിങ്ങൾ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അറൌണ്ട് 40,000 റുപ്പീസ് മോർണിംഗിൽ തന്നെ നമ്മൾ പ്രോഫിറ്റിലായിട്ടാണുള്ളത്. അപ്പോ നിങ്ങളിത് ലൈവായിട്ട് തന്നെ കണ്ടുകൊള്ളുക. ഞാൻ ഇത് ഇങ്ങനെ ആരും ട്രേഡ് ചെയ്യുമോ എന്ന് പോലും എനിക്കറിയില്ല. ലൈവിൽ ഇത്രയും എമൗണ്ട് ഓഫ് മണി ഏൺ ചെയ്യുക. ദേ ആർ വെരി എക്സൈറ്റഡ്. അതായത് നമ്മളിപ്പോ അറൌണ്ട് 60,000 റുപ്പീസ് എന്ന് പറഞ്ഞത് 1,00,000 രൂപയാണ്. മോർണിംഗിൽ അതും ഒരു മണിക്കൂർ പോലും ആവുന്നില്ല, 30 മിനിറ്റ്സ് പോലും ആകാതാണ് നമ്മൾ അത്രയും എമൗണ്ട് ഏൺ ചെയ്യുന്നത്. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇതിനകത്തുള്ള റിസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പിന്നീട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഈ മാർക്കറ്റിനെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഇപ്പൊ ഇവിടുന്ന് ഇത് നല്ല ഒരു മൂവ്മെന്റ് ഉള്ള ഒരു സ്റ്റോക്കാണ്. ഇപ്പൊ ഇവിടുന്ന് ചെറിയ രീതിയിൽ റിക്കവർ ആവുന്നുണ്ട്. ഓക്കെ, റിക്കവർ ചെയ്താലും അപ് ടു നമ്മൾ പറയുന്ന പോലെ ഈ 111.3 എന്ന് പറയുന്ന ലെവൽ വരെ പോകുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞാൽ അതിന് മുകളിൽ ഷാർപ്പായിട്ട് കയറുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. അപ്പൊ അത് ട്രിഗർ ആയിക്കോളും. അതിൽ നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും സ്റ്റിൽ നിങ്ങൾ നോക്കിക്കൊള്ളുക. 30,000
20,000. നമുക്ക് നമ്മുടെ പ്രോഫിറ്റിനെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും, നമ്മുടെ ടാർഗറ്റിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമ്മൾ മാർക്കറ്റിൽ കോഷ്യസ് ആയിട്ട് നല്ല ക്ഷമയോട് തന്നെ നമ്മൾ നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും നല്ല രീതിയിൽ എൻട്രി ചെയ്യാനും നമ്മുടെ ഇമോഷൻസിനെ എപ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കും. ഞാനിപ്പോ ലൈവിലായതുകൊണ്ട് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാനും. ഞാൻ ഐ എം ടോട്ടലി ഫോക്കസ്ഡ് ഇൻ മൈ ട്രേഡിങ്. ഓക്കെ, ഞാൻ പൂർണ്ണമായി എന്റെ ട്രേഡിംഗ് പൊസിഷനിൽ ഫോക്കസ്ഡ് ആണ്. എന്നാലും സ്റ്റിൽ ഐ ആം ഷെയറിംഗ് മൈ തോട്ട്സ് വിത്ത് യു ഗൈസ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് സപ്പോർട്ട് തരണം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾ അതിനുവേണ്ടിയെല്ലാം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ എൻട്രി ഫസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ എൻട്രി നോക്കാൻ വേണ്ടിയിട്ടാണല്ലോ വന്നത്, പക്ഷെ എൻട്രി നമ്മൾ ചെക്ക് ചെയ്തിരുന്നില്ല. ഓക്കെ, എൻട്രി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചാർട്ട് എടുക്കുകയാണ്. ചാർട്ട് ഒന്ന് ലോഡ് ആയിക്കോട്ടെ. നമ്മളിപ്പോ 109.75 ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഇത് എന്തായാലും ഷുവർ ആയിട്ടും ഇത് ആ ഒരു പ്രൈസിലേക്ക് പോകും എന്നാണ് എന്റെ പ്രതീക്ഷ. ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ 109 വരെ എത്തിയിട്ടുള്ളൂ. അപ്പൊ ഇനി പോകും. ഈ മോർണിംഗിലുള്ള ഫ്രീ ഫോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വലിയ അഡ്വാൻറ്റേജ് ആണ്. അപ്പം മോർണിംഗ് ട്രേഡ് ഫസ്റ്റ് പൊസിഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 45,000. നമുക്ക് 16,000 കൂടെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ആവും, അതായത് 107.5 എന്ന് പറഞ്ഞ എമൗണ്ടിലേക്ക്. പക്ഷെ അത് ഏറ്റവും പീക്കാണ്, അവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് ബുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഒരു മേജർ സോൺ ഉണ്ട്, ആ സോണിലേക്ക് പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആ ഒരു എക്സിറ്റ് ആവേണ്ടത്. ചിലപ്പം ആ സപ്പോർട്ട് റീജിയനിൽ എത്തിക്കഴിയുമ്പോൾ ഷാർപ്പായിട്ട് റിക്കവർ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ഇതാണ് അതിന്റെ സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത്രയും വരെ പോലും പോകാതെ അത് ഷാർപ്പായിട്ട് മുകളിലോട്ട് കയറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഞാൻ ആ പോസിബിലിറ്റി ഇവിടെ കാണുന്നില്ല. ഇത്രയും ഡിസ്റ്റൻസ് കൂടെ ഉള്ളൂ ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലാവും. 107.5 നമ്മുടെ ടാർഗറ്റിന് വേണ്ടി ഒന്നും എപ്പോഴും മാർക്കറ്റിൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഏറ്റവും നല്ലത് ഉള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്ത് മാറാം. ഓക്കെ, ഞാൻ എന്തായാലും എനിക്ക് കുറച്ചുകൂടെ ഒരു കൺഫർമേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിൽക്കുന്നത്. സ്റ്റിൽ ഐ എം ഓൾസോ കൺഫ്യൂസ്ഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ മാർക്കറ്റ്. ഓക്കെ, എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്ത് കൊടുക്കാം. ട്രിഗർ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുത്തിട്ട് എക്സിറ്റ് ആവാം. അതായത് 110.5 നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് ആവാം. ചെറിയ പ്രോഫിറ്റിന്റെ കുറവേ ഉണ്ടാവുള്ളൂ. എന്നാലും നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒന്ന് ട്രിഗർ ചെയ്തേക്കാം. ഓക്കെ, 113.5 ഇരിക്കുന്നത്. നമുക്കതൊരു 112.5 നമുക്ക് മാറ്റാം. 1 പോയിന്റോടെ നമുക്ക് അഡ്വാൻറ്റേജ് എടുക്കാം. ഓക്കെ, ചാൻസസ് ആർ വെരി ലെസ്. അത് കയറാൻ വേണ്ടിയുള്ള ചാൻസ് ഞാനൊന്നും കാണുന്നില്ല. എന്നാൽ പോലും നമ്മുടെ റിസ്കിനെ ഒന്ന് മാനേജ് ചെയ്യണം. അപ്പൊ നമുക്ക് ഒരിക്കലും നഷ്ടം വരാൻ പാടില്ല. ലാഭം കുറഞ്ഞാലും നഷ്ടം വരാൻ പാടില്ല. അപ്പൊ ആ രീതിയിൽ നമ്മൾ മാർക്കറ്റിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒരുപാട് ആളുകൾ ഒരുപാട് സമയത്ത് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ മാർക്കറ്റിൽ ലൈവില് എങ്ങനെയാണ് ഓരോ റിസ്ക് മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് എക്സിറ്റ് ആവുന്നത്, എങ്ങനെയാണ് എൻട്രി ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഇതൊരു വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ലൈവ് ട്രേഡിങ്ങിൽ വരാറില്ല, കാരണം നമുക്ക് നമ്മുടെ ട്രേഡിംഗ് പൊസിഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരാവശ്യം ഉള്ളതുകൊണ്ട്. അപ്പോ ഞാൻ അങ്ങനെ വരാറില്ല, കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ലൈവ് ട്രേഡിങ്ങിൽ. ഇപ്പൊ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ, റെക്കോർഡ് ചെയ്യുമ്പം അതിന്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ഇഷ്യൂ, അങ്ങനെയൊക്കെ ഉണ്ട്. എനിവേ, ഞാൻ ഇന്ന് എന്തായാലും രണ്ടും കൽപ്പിച്ചിട്ടാണ് നിങ്ങളോടൊപ്പം കൂടിയത്. അപ്പൊ എന്തായാലും ഇറ്റ് ഈസ് റിയലി എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഫോർ മീ. യാ, ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ ടാർഗറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. 46. അതിനു മുമ്പ് ഞാൻ ഇപ്പോഴും നിങ്ങളെ എൻട്രി കാണിച്ചിരുന്നില്ല, സോറി ഫോർ ദാറ്റ്. അപ്പൊ നമ്മൾ മോർണിംഗിൽ ഇത് ഓപ്പൺ ചെയ്തത് 116.5 റേഞ്ചിലാണ്, അത് ഹൈ വരെ പോയിരിക്കുന്നത്. നമ്മളിവിടെ ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഒരു 5,000 ക്വാണ്ടിറ്റി എൻട്രി ചെയ്തിട്ട് ഞാൻ എക്സിറ്റ് ആയി മാറി. അതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ റിസ്ക് മാനേജ് ചെയ്യാൻ. അതായത് എന്റെ കയ്യിലുള്ള എമൗണ്ടിന്റെ ടോട്ടൽ ഫുൾ എമൗണ്ട് യൂട്ടിലൈസ് ചെയ്ത് ഞാൻ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ അത് എനിക്ക് റിക്കവറി ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റുന്ന എത്ര ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റുമോ അതിന്റെ പകുതി ഞാൻ എടുത്തുകൊണ്ട് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം എന്താണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രോഫിറ്റ് 2 പോയിന്റിൽ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറി. അതായത് നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാലും മനസ്സിലാവും, 5,000 ക്വാണ്ടിറ്റി 113.90, അതുകൊണ്ട് 114 ഞാൻ സെല് ചെയ്യേണ്ടായി. എന്നിട്ട് അതിനെ ഞാൻ 11 അതായത് 111.75 എന്ന വിലയിൽ ഞാൻ തിരിച്ച് കവർ ചെയ്ത് മാറി. ഞാൻ അതായത് എന്റെ 10,000 rupees പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറിയിരുന്നു. അപ്പോ എനിക്കിനി അടുത്ത ട്രേഡിൽ ലോസ് വന്നാൽ പോലും ആ റിസ്ക്, നമ്മുടെ ആ ലോസ് എന്ന് പറയുന്നത് അതിനുള്ളിലകത്ത് പൊക്കോളും. എനിക്കിത് ഒരിക്കലും എന്താ പറയാ
ലോസ് വരാനുള്ള പ്രോബബിലിറ്റി കുറവായിരിക്കും. അതായത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പോലെയാണ് ലോസസ് വരിക. ഓക്കെ, അപ്പോ അതിനുശേഷമാണ് ഞാൻ ഈ ഒരു ഷോർട്ട് ആവും എന്നുള്ളത് നല്ല രീതിയിൽ കൺഫേം ചെയ്തതിന് ശേഷമാണ് എന്റെ ക്വാണ്ടിറ്റി ഞാൻ കൂടുതലായിട്ട് എടുക്കുന്നത്. ഓക്കെ, എന്തായാലും ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് 109 നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 51 രൂപ എന്ന് പറയുന്ന 50,000 രൂപ എന്ന് പറയുന്നത് നമുക്ക് ബുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക്, അതായത് ഇനിയിപ്പം വളരെ ഒരു പോയിന്റിന്റെ ഡിഫറൻസേ ഉള്ളൂ, നമ്മൾ അതിന് വേണ്ടിയിട്ട് ഗ്രീഡ് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ നമ്മുടെ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്ത് മാറിയേക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാൻ പോവാണ്. ഓക്കെ, 50,000-ലാണുള്ളത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അത് കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം. അത് എക്സിറ്റ് ആവുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു. ഓക്കെ, ഐ എം ഗോയിങ് ടു എക്സിറ്റ് മൈ പൊസിഷൻ. ഓക്കെ, ഐ എം സ്റ്റിൽ വെയിറ്റിംഗ്. ബട്ട് ഒരുപാട് വെയിറ്റ് ചെയ്യുന്നത് നല്ലതുമല്ല. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കാം. 806565 അഗൈൻ 55. ഇവിടെ നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവും, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നത് കണ്ടാലും മനസ്സിലാവും. ഓക്കെ, അഗൈൻ 108.55 അഗൈൻ 6ലേക്ക് വന്നു. ഓക്കെ, ഇനി നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് എന്റെ വിശ്വാസം. കാരണം അത് കുറച്ച് സ്ട്രോങ് ആവുന്നുണ്ട്. ബയേഴ്സ് ആർ ഗെയിനിങ്. ഓക്കെ, സ്റ്റിൽ അത് താഴോട്ട് തന്നെ പോവാണ് ഗൈസ്. 107.50 എന്ന് പറയുന്നത് നമ്മുടെ ടാർജറ്റ് പ്രൈസിലേക്ക് അത് എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്കത് വെയിറ്റ് ചെയ്ത് നമുക്ക് കാണാം എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ടാർജറ്റിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത്. ഓക്കെ, അത് ഒരു സപ്പോർട്ട് സോൺ തന്നെയാണ്. പറയുന്ന ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു നല്ല സപ്പോർട്ട് സോൺ തന്നെയാണ്. ശരിക്കും ഈ മോർണിംഗിലുള്ള ആ ഒരു ഫോൾ എന്ന് പറയുന്നത് നമുക്ക് വേറെ കിട്ടൂല. അതാണ് ഏറ്റവും അതിനകത്തെ വേറൊരു മറ്റൊരു കാര്യം. ഓക്കെ, എന്തായാലും ഞാൻ ഇവിടെ എക്സിറ്റ് ആവുകയാണ്. എന്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുകയാണ്. ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. അത് ഒരു കൺസോൾട്ടേഷൻ പോലെ കാണുന്നുണ്ട്. കണ്ടോ ഗൈസ്, ഞാൻ ഇവിടെ എക്സിറ്റ് ആയി കൊടുത്തിരുന്നു, പക്ഷെ അത് എക്സിറ്റ് ആയിട്ടില്ല. സോറി. ഓക്കെ, ഞാൻ ഓർഡർ മോഡിഫൈ ചെയ്ത് കൊടുത്തതാണ്. സോറി, 118.5 ഞാൻ കൊടുത്തിരുന്നു, പക്ഷെ അത് ആയിട്ടില്ല. ഓക്കെ, നോക്കാം. 118.5 ആണ്. സോറി ഗൈസ്, എനിക്ക് തെറ്റിപ്പോയി. 108.75 ആയിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. ഓക്കെ, അവിടെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. ഇതാണ് ട്രേഡിംഗിൽ നമ്മൾ ചെറിയൊരു വാല്യൂവിന് മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നല്ലൊരു എക്സിറ്റ് മിസ്സായി. ഓക്കെ, എന്തായാലും അപ്പോ ഇനി ആ ഒരു പ്രൈസിൽ കിട്ടത്തില്ല. 108.75 എന്ന് പറഞ്ഞ പ്രൈസിൽ നമുക്ക് കിട്ടത്തില്ല. 109.5 നമുക്ക് എക്സിറ്റ് ആവാം. ആ ഒരു റേഞ്ചിൽ നമുക്ക് എക്സിറ്റ് ആവാം. ഇനി ഇൻ കേസ് അവിടെ വരെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത എൻട്രിയിൽ പ്രോഫിറ്റ് ഓൺ ചെയ്യാം. ഓക്കെ, നോ പ്രോബ്ലം. അടുത്ത എൻട്രി എടുക്കാൻ നമുക്ക് ഇനിയും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം മാർക്കറ്റിൽ എപ്പോഴും നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ ആ ചെറിയൊരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ പ്രോഫിറ്റ് കളയേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഇവിടെ എന്തായാലും എക്സിറ്റ് ആയിട്ട് മാറാം. ഓക്കെ, എക്സിറ്റ് ആയിട്ട് മാറുന്നതാണ് ബെറ്റർ. മാറിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഹയർ പ്രൈസിൽ നമുക്ക് എൻട്രി എടുക്കാം. അതാണ് ഏറ്റവും ബെറ്റർ. നമ്മളിവിടെ എക്സിറ്റ് ആയിട്ടുണ്ട്. എന്തായാലും തിരിച്ചു കയറുക തന്നെ ചെയ്യും. അതിൽ യാതൊരു മാറ്റമില്ല. അപ്പൊ നമ്മൾ എന്തായാലും 40,000 രൂപ എന്തായാലും ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് കയറി വരുന്നത് അറൌണ്ട് 1110 ആയി. അതായത് 50 പൈസ കൂടെ അതിൽ നിന്നും കൂടി. അപ്പോ നമ്മൾ ഇനി അത് അടുത്ത പൊസിഷൻ നമ്മുടെ എടുക്കാൻ പോകുന്നത് 111ലായിരിക്കും. ഓക്കെ, 10,000 ക്വാണ്ടിറ്റി നമ്മൾ അഗൈൻ ഷൂട്ട് ചെയ്യാൻ പോവാണ്. പ്രൈസ് എന്ന് പറയുന്നത് ഓക്കെ, ആ ഒരു പ്രൈസിൽ നമുക്ക് കൊടുക്കാം. മാർക്കറ്റ് നല്ല രീതിയിൽ ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നിഫ്റ്റി 2.3% അറൌണ്ട് ഡൗൺ സൈഡ് വന്നിട്ടുണ്ട്. ഇറ്റ്സ് റിയലി awesome. ഓക്കെ, അപ്പോ മാർക്കറ്റ് ഇത് കുറച്ചിനി എന്തായാലും തിരിച്ച് കയറുക തന്നെ ചെയ്യും. അവർ പറഞ്ഞില്ലേ 107.5 അത് ഒരു റേഞ്ച് വരെ വന്നില്ല. അത് അതിന്റെ ഒരു ബോട്ടം വരെ വന്നിട്ട് അത് തിരിച്ച് കയറുകയുണ്ടായി. അപ്പൊ ഇതിനകത്ത് ഇനി നമ്മൾ എൻട്രി എടുക്കുന്നത് വളരെ കെയർഫുൾ ആയിട്ട് വേണം. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം അത് എവിടെ വരെ വരും എന്ന് നമുക്ക് നോക്കാം. എന്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇനി അടുത്ത് ഞാൻ എൻട്രി എടുക്കുന്നത് അറൌണ്ട് അതായത് 111.75 എന്ന് പറയുന്ന പ്രൈസിലായിരിക്കും ഞാൻ എന്റെ എൻട്രി എടുക്കുന്നത്. ഓക്കെ, 1.79 lakhs ആയിട്ടുണ്ട് നമ്മുടെ അക്കൗണ്ടിൽ. 1.25 ലക്ഷം രൂപ ഇപ്പൊ നമ്മുടെ അക്കൗണ്ടിലുണ്ട്.
ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് തീർച്ചയായിട്ടും ആ ലിങ്കിലൂടെ പോയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് തന്നെ. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോകളുമായി ലൈവ് ട്രേഡിംഗിൽ നിങ്ങളോടൊപ്പം വരാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. അതിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണെ എനേബിൾ ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതുകൂടാതെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്